ബാർ കേസിൽ കെ എം മാണിക്കെതിരായ തുടരന്വേഷണം നീട്ടിക്കൊണ്ടുപോകാൻ നീക്കം. ബാറുടമകൾ വീണ്ടും സമയം നീട്ടിച്ചുരിച്ചു. ബാറുടമകൾ മൊഴി നൽകാൻ ഹാജരാകുന്നില്ല. വിജിലൻസ് നൽകിയ നോട്ടീസിന് 3 ആഴ്ചത്തെ സമയം വേണമെന്ന് ബാറുടമകൾ. വിജിലൻസ് നിയമവശം പരിശോധിക്കുകയാണ്. ഇതിന് വിശദാംശങ്ങൾ നൽകാൻ എസ് ജീവൻകുമാർ ചേരുകയാണ്. ജീവൻ, കെ എം മാണിയുമായി ബന്ധപ്പെട്ട അന്വേഷണം നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു നീക്കം തന്നെയാണോ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്? മറ്റു വിവരങ്ങൾ? സുരേഷ്, അങ്ങനെ വേണം അനുമാനിക്കേണ്ടതായി വരും. കാരണം ഇത് രണ്ടാം തവണയാണ് ബാറുടമകൾ ഇപ്പോൾ വിജിലൻസിനോട് സമയം നീട്ടി ചോദിച്ചിരിക്കുന്നത്. നേരത്തെ ഇത് സംബന്ധിച്ച് നോട്ടീസ് നൽകുകയും ഹാജരാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ബാറുടമകൾ ഹാജരാവാതിരുന്ന സാഹചര്യവും ഒപ്പം അല്പസമയം കൂടി ആവശ്യമുണ്ട് എന്ന് പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് സുപ്രീം കോടതിയിൽ നിന്നും സംസ്ഥാന സർക്കാരിൻ്റെ മദ്യനയം പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടുള്ള വിധി ഉണ്ടായത്. ആ വിധിയെ തുടർന്ന് ബാറുടമകൾ തുടർന്ന് നടന്ന ചാനൽ ചർച്ചകളിലെല്ലാം ബാറുടമകൾ പറഞ്ഞിരുന്നത് ഇനി ഞങ്ങൾക്കൊന്നും ഒളിച്ചു വെക്കേണ്ടതില്ല, ഞങ്ങൾ പല കാര്യങ്ങളും തുറന്നു പറയുമെന്നുമായിരുന്നു. എന്നാൽ ആ വീരവാദങ്ങളും അവകാശവാദങ്ങളും എല്ലാം പൊള്ളയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ ബാറുടമകൾ വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തിൽ ബാറുടമകളും സംസ്ഥാന സർക്കാരുമായി അവിശുദ്ധമായൊരു ബന്ധം നിലനിൽക്കുന്നുവോ എന്ന് പൊതുസമൂഹത്തിന് സംശയമുണ്ടാക്കത്തക്ക വിധത്തിലാണ് ഇപ്പോൾ 3 ആഴ്ചത്തേക്ക് കൂടി ഇപ്പോൾ ബാറുടമകൾ സമയം വിജിലൻസിനോട് നീട്ടി ചോദിച്ചിരിക്കുന്നത്. ഈ കാര്യത്തിൽ വിജിലൻസ് പുലർത്തുന്ന മൗനവും ദുരൂഹത ഉണർത്തുകയാണ്. കാരണം കേസിലെ പരാതിക്കാരനായ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനിൽ നിന്ന് പോലും മൊഴിയെടുക്കുവാൻ വിജിലൻസ് ഇതുവരെ തയ്യാറായിട്ടില്ല. ആ പശ്ചാത്തലത്തിൽ തുടരന്വേഷണം ഏത് രൂപത്തിൽ മുൻപോട്ട് കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ ബോധപൂർവമായ ഒരു ആശയക്കുഴപ്പം വിജിലൻസ് സൃഷ്ടിക്കുന്നുവോ എന്ന സംശയവും പൊതുസമൂഹത്തിന് ഇടയിൽ ഉയരുന്നുണ്ട്. കാരണം ബാറുടമകൾ മൊഴി നൽകിയില്ല എങ്കിൽ ഇനി തങ്ങൾക്ക് അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകാനാവില്ല എന്ന വിജിലൻസിൻ്റെ വാദം ഇതിനോടകം സാധൂകരിക്കപ്പെടുന്നൊന്നല്ല. കാരണം നിലവിൽ 5 ബാറുടമകൾ വളരെ കൃത്യമായ മൊഴി തന്നെ ഈ കാര്യത്തിൽ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കോട്ടയം ജില്ലാ പ്രസിഡന്റ് സാജു ഡൊമിനിക്, ഒപ്പം അംബാസഡർ തങ്കച്ചൻ, ബിജു രമേശ് എന്നീ ബാറുടമകൾ പണം കൈമാറ്റം ചെയ്തു എന്ന് വളരെ കൃത്യമായ സ്പെസിഫിക് ആയ മൊഴി വിജിലൻസ് നൽകിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും ഈ പണം കെ എം മാണിക്ക് കൈമാറിയിട്ടുണ്ടെങ്കിൽ ആ പണം സീസ് ചെയ്തെടുക്കുകയുമാണ് വിജിലൻസ് ചെയ്യേണ്ടത്. പകരം കൂടുതൽ ബാറുടമകളെ വിളിച്ചു വരുത്തി അവരിൽ നിന്നും മൊഴിയെടുത്തതിനു ശേഷം അന്വേഷണത്തിലേക്ക് കടക്കാമെന്ന വിജിലൻസിൻ്റെ കുറ്റകരമായ ഒരു മൗനം ഈ കാര്യത്തിൽ ഏറെ ദുരൂഹതകൾ ഉണർത്തുന്നുണ്ട്. ഈ കാര്യത്തിലടക്കം സംസ്ഥാന സർക്കാരും വിജിലൻസും കെ എം മാണിക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ടോ ആ കാര്യത്തിലേക്ക് ഇപ്പോൾ ബാറുടമകളും കൂടെ എത്തിച്ചേർന്നിരിക്കുന്നു. കാരണം സുപ്രീം കോടതി വിധി വന്ന പശ്ചാത്തലത്തിൽ ബാറുടമകൾ തുറന്നു പറയും എന്ന സാഹചര്യത്തിൽ നിന്നും ബാറുടമകളും ഇപ്പോൾ പിന്നോട്ട് പോകുന്നു. അതിന് സാധൂകരിക്കുന്ന തരത്തിൽ വിജിലൻസും നിലപാടുകൾ കൈക്കൊള്ളുകയും ചെയ്യുന്നു. ഈ കാര്യത്തിൽ കുറ്റകരമായ ഒരു തരം ദുരൂഹത, അവിശുദ്ധ സഖ്യം ഈ കാര്യത്തിൽ രൂപപ്പെടുന്നുണ്ട് എന്ന ആശങ്ക ജീവൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് നിർണായകമായ വിധി വന്ന അന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും, വരും ദിവസങ്ങളിൽ തീർച്ചയായും ഞങ്ങൾ രംഗത്ത് വരും എന്ന രീതിയിൽ തന്നെയാണ് ബാറുടമകൾ പറഞ്ഞിരുന്നത്. എന്നാൽ അത് ഇല്ലാതാകുന്ന ഒരവസ്ഥയാണോ ഇപ്പോൾ സംജാതമായിരിക്കുന്നത്? അതുകൂടാതെ തന്നെ 3 ആഴ്ചത്തെ സമയം ബാറുടമകൾ ചോദിച്ചിരിക്കുകയാണ്. അതിന് അവർ പറയുന്ന ന്യായീകരണം ഏത് രീതിയിൽ തന്നെയാണ് കാരണം? വിജിലൻസിന് മുമ്പാകെ ബാറുടമകൾ എന്ത് കാരണം കൊണ്ടാണ് ഹാജരാവാൻ കഴിയാത്തത് എന്ന് കൃത്യമായൊരു വിശദീകരണം നൽകിയില്ല എങ്കിൽ പോലും വരും ദിവസങ്ങളിൽ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ബാറുടമകളുടെ ഒരു യോഗം, സംസ്ഥാന ബാറുടമകളുടെ യോഗം അടുത്ത് തന്നെ എറണാകുളം ജില്ലയിൽ ചേരുന്നുണ്ട്. അതിൻ്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷമായിരിക്കും ഈ കാര്യത്തിൽ ഏത് തരത്തിലുള്ള നിലപാട് സ്വീകരിക്കണം എന്നത് ബാറുടമകൾക്കിടയിൽ ഒരു വ്യക്തത ഉണ്ടാകൂ എന്നാണ് അനൗപചാരികമായി നമുക്ക് അവർക്കിടയിൽ ബാറുടമകളിൽ നിന്നും ലഭിക്കുന്ന വിവരം. എങ്കിൽ പോലും ഈ കാര്യത്തിൽ ബാറുടമകൾ വീണ്ടും സമയം നീട്ടി ചോദിക്കുന്നത് സംസ്ഥാന സർക്കാരിനും ഒപ്പം കെ എം മാണിക്കും ഗുണകരമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം പല തവണകളിലായി ബാറുടമകളോട് സമയം ആവശ്യപ്പെടുകയും മൊഴി നൽകാൻ എത്തണമെന്ന് പറയുകയും അത് നീട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ബാറുടമകൾ തുടർന്നു വരുന്നൊരു പ്രക്രിയയാണ്. കാരണം ഈ കാര്യത്തിൽ ബാറുടമ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണിയും പോളക്കുളം കൃഷ്ണദാസും അതോടൊപ്പം ഇതിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഡി ധനേഷും നിരവധി തവണ കോടതിയിലടക്കം തങ്ങൾക്കിപ്പോൾ ഹാജരാവാൻ കഴിയില്ല എന്ന്
പറഞ്ഞ വ്യക്തികളാണ്. എന്നാൽ കോടതി വളരെ കൃത്യമായ നിലപാടും സ്റ്റാൻഡും ഈ കാര്യത്തിൽ എടുത്തത് കൊണ്ടാണ് അവർക്ക് മൊഴി നൽകേണ്ടതായി വന്നതും ഈ കാര്യത്തിലും അവർ കള്ളക്കളി തുടരുന്നുവോ എന്ന് പൊതുസമൂഹത്തിൽ ആശങ്ക ഉണ്ടാകുന്ന തരത്തിലാണ് ഇപ്പോൾ അവർ എടുക്കുന്ന പുതിയ സമീപനവും എന്ന് പറയേണ്ടതായി വരും. സുരേഷ്, ജീവൻ, ബാർ കേസുമായി ബന്ധപ്പെട്ട് ധനമന്ത്രിയായിരുന്ന കെ എം മാണിക്കെതിരെ മാത്രമാണ് ക്വിക്ക് വെരിഫിക്കേഷൻ നടന്നത്. അതുമായി ബന്ധപ്പെട്ട് തന്നെ ആരോപണ വിധേയനായ കെ ബാബുവിനെതിരെ അത്തരമൊരു അന്വേഷണം നടന്നില്ല. അത് ഒരു വിവാദമായി നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സുപ്രീം കോടതിയുടെ വിധി വരികയും ചില ബാർ ഉടമകൾ നിർണായകമായ വെളിപ്പെടുത്തലുകൾ നടത്തും എന്ന രീതിയിൽ രംഗപ്രവേശം ചെയ്യുകയും ചെയ്തത്. ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ചെന്നിത്തലയടക്കം വി എസ് ശിവകുമാർ അടക്കമുള്ളവരുടെ പേരുകൾ ഈ രംഗത്തേക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അവർ സൂചിപ്പിക്കുകയും ചെയ്തു. പല രീതിയിലും അത് ചർച്ചാ വിഷയവും ആയിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവും, കൂടുതൽ പരിക്കുകൾ പറ്റും എന്ന രീതിയിൽ ചിന്തിച്ചത് കൊണ്ടുള്ള ഒരു സെറ്റിൽമെന്റ്, ആ രീതിയിൽ തന്നെയാണോ ഇതിനെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുക? സുരേഷ്, ഈ കാര്യത്തിൽ രണ്ട് സാധ്യതകൾ നമ്മൾ പരിശോധിക്കേണ്ടതായി വരും. ഒന്ന്, സുപ്രീം കോടതി വിധി വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇനി സംസ്ഥാന സർക്കാരിൽ നിന്നും യാതൊരു തരത്തിലുള്ള ആനുകൂല്യവും ബാർ ഉടമകൾക്ക് ലഭിക്കാനില്ല. സംസ്ഥാനത്തെ പൂട്ടിപ്പോയ 312 ബാറുകൾക്കും അതോടൊപ്പം നേരത്തെ പൂട്ടിയ 418 ബാറുകൾക്കും പകരമായി സംസ്ഥാന സർക്കാർ ബിയർ ആൻഡ് വൈൻ പാർലറുകളാണ് അനുവദിച്ചിരുന്നത്. അതിലേതാണ്ട് 532 ബിയർ ആൻഡ് വൈൻ പാർലറുകളും നഷ്ടത്തിലാണ് എന്ന് കണക്കുകൾ വന്ന പശ്ചാത്തലത്തിൽ ഈ വരാൻ പോകുന്ന ഏപ്രിൽ മാസം 1-ാം തീയതി ബിയർ ആൻഡ് വൈൻ പാർലറിൻ്റെ ലൈസൻസുകൾ പുതുക്കേണ്ടതില്ല എന്ന് ബാർ ഹോട്ടൽ അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ മഹാഭൂരിപക്ഷം ബിയർ ആൻഡ് വൈൻ പാർലർ ലൈസൻസുകളും ഇനി ഇല്ലാതിരിക്കെ സ്വാഭാവികമായും ബാർ ഉടമകൾ സംസ്ഥാന സർക്കാരിനെതിരെ ഒരു നിലപാട് സ്വീകരിക്കുമെന്നാണ് പൊതുവിൽ കരുതപ്പെട്ടിരിക്കുന്നതെങ്കിലും തുടരെ ഇവർ സമയം നീട്ടി ചോദിക്കുന്നത് ബാർ ഉടമകളിൽ തന്നെ ഒരു ആശയക്കുഴപ്പത്തിന് കാരണമായിട്ടുണ്ട്. കാരണം ബാർ ഉടമകൾ ഇതിൻ്റെ നേതാക്കന്മാരെ അനൗദ്യോഗികമായി ബന്ധപ്പെടുമ്പോൾ ഇനി ഒരിക്കൽ കൂടി തങ്ങളെ വിജിലൻസ് വിളിപ്പിക്കുകയാണെങ്കിൽ ഈ കാര്യത്തിൽ നടന്ന മുഴുവൻ കാര്യങ്ങളും, അതായത് നിങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിയ പണത്തിൻ്റെ വിശദാംശങ്ങളടക്കം തങ്ങൾ നൽകും എന്നാണ് ബാർ ഉടമകൾ പറയുന്നത്. എന്നാൽ വിജിലൻസ് മുമ്പാകെ അവർ ഹാജരാവാൻ തയ്യാറാവുന്നതുമില്ല. ഈ കാര്യത്തിലാണ് ഇപ്പോൾ ഒരു ദുരൂഹത ഉണരുന്നത്. കാരണം പിരിച്ച പണത്തിൻ്റെ വിശദാംശങ്ങളടക്കം വരാൻ പോകുന്ന എറണാകുളത്ത് നടക്കാൻ പോകുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിക്കേണ്ടതായി വരുമെന്നിരിക്കെ വിജിലൻസിൻ്റെ മുമ്പാകെ പറയുന്ന മൊഴിയും ബാർ ഉടമകളോട് പിരിച്ച പണത്തിൻ്റെ വിശദാംശങ്ങൾ പറയുന്നതും തമ്മിൽ തെറ്റിപ്പോകാൻ പാടില്ല. ഈ കാര്യത്തിലടക്കം ബാർ ഉടമകൾക്കിടയിൽ നിലവിലൊരാശയക്കുഴപ്പം നിലനിൽപ്പുണ്ട്. ഒരുപക്ഷെ ആ ആശയക്കുഴപ്പമാവാം വിജിലൻസ് മുമ്പാകെയുള്ള മൊഴി നൽകുന്നതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുന്നതും എന്ന് നമുക്ക് അനുമാനിക്കേണ്ടതായി വരുന്നു. സുരേഷ്, അതായത് ജീവൻ, ഇപ്പോൾ വിവരാവകാശ പ്രവർത്തകനായ ശ്രീ പി കെ രാജു കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ പരാതിക്കാരനുമാണ് ഹൈക്കോടതിയിൽ. പി കെ രാജു, ബാർ കേസിൽ മാണിക്കെതിരായ തുടരന്വേഷണം നീട്ടിക്കൊണ്ടുപോകാനാണ് നീക്കം നടക്കുന്നത് എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അത്തരമൊരു സംശയം തന്നെയാണ് ഉടലെടുത്തിരിക്കുന്നത്. ബാർ ഉടമകൾ വീണ്ടും സമയം നീട്ടി ചോദിച്ചിരിക്കുകയാണ്. താങ്കൾ ഏത് രീതിയിലാണ് സമീപിക്കുന്നത്? ഈ കേസ് എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുവാനും ഈ അഴിമതി നടത്തിയിട്ടുള്ളവരെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ബഹുമാന്യനായ ശ്രീ വി എസ് സുനിൽകുമാർ MLA-യും അതുപോലെ തന്നെ പൊതുപ്രവർത്തകനായ ഞാനും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ സമീപിച്ചത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരാഴ്ചക്കുള്ളിൽ തന്നെ സത്യവാങ്മൂലം നൽകണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജനറലിന്റെ വാദം അന്ന് തള്ളുകയുമുണ്ടായി. ഇതിന്റെ ഒത്തുകളി എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അത് ഇനി ആരാണോ ഒത്തുകളിക്കുന്നോ അവർക്കെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതെല്ലാം മനസ്സിലാക്കി ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതിനും പുറത്തു വരുന്ന ഇത്തരം വാർത്തകൾ അഴിമതിക്കാരെ രക്ഷിക്കുവാൻ വേണ്ടിയായിരിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഏതായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉചിതമായ തീരുമാനം ഈ വരുന്ന 21-ാം തീയതി എടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ പി കെ രാജു, താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില അഴിമതിക്കാരെ രക്ഷിക്കാനുള്ള ഒരു നീക്കം, ഒരു ഇടപെടൽ എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന സംശയം തന്നെയാണ് പൊതുസമൂഹത്തിനുമുള്ളത്. അതിന് വിജിലൻസും കൂട്ടുനിൽക്കുന്നു, ഭരണകൂടത്തിന്റെ ഭാഗമായ വിജിലൻസ് കൂട്ടുനിൽക്കുന്നു. അത്തരമൊരു വിമർശനം കൂടി ഇതിൽ മുഖവിലെടുക്കാൻ സാധിക്കുമോ? അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും പരാതിക്കാരായ ഞങ്ങൾക്കും
കോടതിയിൽ പറയുവാനുള്ളത്. അഴിമതി ഈ മുങ്ങി നിൽക്കുന്ന വ്യക്തികളെ രക്ഷിക്കുന്നതിന് തുടക്കം മുതൽ തന്നെ ദയവായി ലൈനിൽ തുടരുക ശ്രീ പി കെ രാജു. ഇപ്പോൾ ബാർ ഉടമ ബിജു രമേശ് കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ബിജു രമേശ്, ബാർ കേസിൽ മാണിക്കെതിരായ തുടരന്വേഷണം നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു സമീപനമായിട്ടാണ് ഇതിനെ പല രീതിയിലും സംശയം പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഏത് രീതിയിലാണ് താങ്കൾ കാണുന്നത് ബാർ ഉടമകൾ വീണ്ടും സമയം നീട്ടിച്ചോദിച്ച സാഹചര്യത്തിൽ? സമയം എല്ലാവരും നീട്ടി ചോദിച്ചു എന്നുള്ള കാര്യം എനിക്കറിയില്ല. രാജ്കുമാറൊക്കെ നീട്ടി ചോദിച്ചിരിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് രാജ്കുമാറൊക്കെ ഈ പല ഗവൺമെന്റുമായി പല കോൺട്രാക്ടുകളും ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ ബാറ് മാത്രം നടത്തുന്നവരല്ല, ബാർ ഹോട്ടൽ നടത്തുന്ന ഹോട്ടൽ ഉടമകൾ പലരും. ഈ കൃഷ്ണദാസ് ആയിക്കോട്ടെ ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട്, മറ്റു പല ബിസിനസ്സുകളും ചെയ്യുന്നുണ്ട് കൃഷ്ണദാസ്. ഇവർക്കൊക്കെ തന്നെ ആദ്യം തന്നെ ഇതിൽ ഈ സാമ്പത്തിക മാറ്റുന്നത് നടത്തിയവർക്ക് തന്നെ ഒരുപാട് ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുത്തതിലുപരി അവരുടെ ബാറുകൾക്ക് സമീപം ഉണ്ടായിരുന്ന മദ്യ ഷോപ്പുകൾ മൊത്തം മാറ്റിക്കൊടുക്കുകയും മറ്റ് ഈ പോർട്ടിന്റെ മന്ത്രിയായിട്ട് തന്നെ ഇരിക്കുന്ന കെ ബാബുവായിട്ട് ഉള്ള സാമ്പത്തിക ഇടപാടുകൾ പ്രധാനമായി ചെയ്തിരിക്കുന്നത് കൃഷ്ണദാസും ഈ ധനേഷും രാജ്കുമാറും എലിഗൻസ് ബിനോയുമാണ്. അതിൽ എലിഗൻസ് ബിനോയ് മാത്രമാണ് ഇപ്പോൾ കാര്യങ്ങൾ തുറന്നു പറയാമെന്നുള്ള നിലപാടിലേക്ക് എത്തിയിട്ടുള്ളത്. ബാക്കി പലർക്കും കടുത്ത സമ്മർദ്ദമുണ്ട്. രാജ്കുമാർ ആയിക്കോട്ടെ പോർട്ടിന്റെ കോൺട്രാക്ടർ കൂടിയാണ്, പോർട്ടിൽ പല വർക്കുകളും എടുക്കുന്നുണ്ട്, ബാബുവിന്റെ പല കാര്യങ്ങൾക്ക് ഇടനിലയായി ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കടുത്ത സമ്മർദ്ദങ്ങളും കടുത്ത ആനുകൂല്യങ്ങളും നൽകുന്നുണ്ട്. ഇപ്പൊ ഇത് പറഞ്ഞതിന്റെ പേര് ഒരുപക്ഷെ ആ ഒരു സമ്മർദ്ദം തന്നെയായിരിക്കുമോ അവർ മൊഴി നൽകാൻ എത്താതിരുന്നതിന്റെ കാരണം? അതായത് കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം, അതിലാക്കാക്കിയുള്ള സമ്മർദ്ദം തീർച്ചയായിട്ടും അവർക്ക് മുന്നിൽ ഉണ്ട് എന്ന് തന്നെയാണോ താങ്കളുടെ ഒരു വിശ്വാസം? തീർച്ചയായിട്ടും അവർക്ക് ഇതിപ്പോ ഇലക്ഷൻ വരെ പിടിച്ചു നിൽക്കുന്നതിലേക്ക് വേണ്ടി കാര്യം ഈ ഒരു കാര്യങ്ങൾ ഇവർക്ക് ഇപ്പോഴും ഒരു പ്രത്യാശ മനസ്സിൽ നിൽക്കുകയാണ്. ബാബു ഇപ്പോഴും പറയുകയാണ് നമുക്ക് നോക്കട്ടെ, അടുത്ത പോളിസിയിൽ അവർക്ക് അനുകൂലമായ കുറെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് പറയുകയും ഒരു സൈഡിൽ കൂടെ പറയും. മറ്റൊരു വശത്തുകൂടി ഈ പറയപ്പെടുന്ന 4 പേരുടെ ബാറുകൾക്ക് സമീപമുള്ള ലിക്കർ ഷോപ്പുകൾ മാറ്റി കൊടുക്കുന്നു. അപ്പൊ അവർക്ക് കുറെ കൂടി ബിയർ ആൻഡ് വൈൻ സെയിൽസ് കിട്ടുന്നു. പല രീതിയിൽ സാമ്പത്തികമായി മെച്ചങ്ങളുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിലൊക്കെ ഉപരി തന്നെ അവർക്ക് കടുത്ത സമ്മർദ്ദങ്ങളുമുണ്ട്. ബാക്കി ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ എന്നെ തന്നെ എടുത്തു നോക്കാമല്ലോ, എന്നെ പല രീതിയിൽ രാവിലെ ആയിക്കഴിഞ്ഞാൽ ഒരു 10 നോട്ടീസെങ്കിലും ഗവൺമെന്റ് പല ഡിപ്പാർട്ട്മെന്റുകളും എനിക്ക് അയക്കുന്നുണ്ട്. ഞാനെന്തോ ഇവിടുത്തെ രാജ്യദ്രോഹം കുറ്റം ചെയ്തൊരു കുറ്റവാളിയായിട്ടാണ് പല ഉദ്യോഗസ്ഥരും എന്നെ കാണുന്നതും കോൺഗ്രസിന്റെ പല തട്ടുകൾ നിൽക്കുന്നവർ കാണുന്നത്. ഞാൻ കോൺഗ്രസ് വിരുദ്ധനോ ഒന്നുമല്ല, ഞാനൊരു സത്യം പറഞ്ഞു, അഴിമതി പറഞ്ഞു, അതിൽ ഉറച്ചു നിൽക്കുന്നു. അതിന് എന്നെ ഒരു രാജ്യത്തിന് നാട് കടക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ കംപ്ലീറ്റ് പോകുന്നത്. ഈ വിജിലൻസിൽ തന്നെ ഇപ്പൊ എന്നെ എനിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് വിജിലൻസിന് ഹാജരാവാൻ. എന്റെ എല്ലാ കെട്ടിടങ്ങളുടെയും രേഖകളുമായി ഹാജരാവാൻ. എന്റെ കെട്ടിടങ്ങളുടെ രേഖ അവർക്ക് കോർപ്പറേഷൻ അന്വേഷിച്ചാൽ കിട്ടുന്നതല്ലേ. അപ്പൊ ഈ രീതിയിലേക്ക് എന്നെ പല രീതിയിലും രാവിലെ ആയി കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ഓഫീസുകളിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ മാനസികമായും അല്ലാതെ മറ്റു രീതിയിലും ഒരു പേപ്പർ പോലും സർക്കാരിലേക്ക് പോയി കഴിഞ്ഞാൽ എന്റെ ഒരു പേപ്പർ പോലും ഒരു അപേക്ഷ പോയി കഴിഞ്ഞാൽ പോലും അത് പ്രോസസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ എന്നെ പീഡിപ്പിക്കുന്നത് ഒരു മാതൃകയാക്കി കാണിക്കുകയാണ്. എന്നിട്ട് അവർ തന്നെ പറയുന്നുണ്ട് ബിജു രമേശിനെ കണ്ട അവ അനുഭവിക്കുന്ന അവസ്ഥ കണ്ടു അതൊന്നും നോക്കിയെന്ന്. അപ്പൊ ഈ അവസ്ഥ ബാക്കിയുള്ളവരിൽ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അതിലൂടെ ബാക്കിയുള്ളവരെ സമ്മർദ്ദങ്ങൾ ചെലുത്തി സത്യം പുറത്തു പറയാതിരിപ്പിക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. നമുക്ക് തന്നെ അറിയാലോ, ഒന്നും ഇല്ലായിരുന്ന കെ ബാബു ഇന്ന് കോടീശ്വരനാണ്. 100-200 കോടി രൂപയ്ക്കുള്ള ആസ്തി എവിടെ നിന്ന് വന്നു? ഈ ആസ്തിയൊക്കെ അന്വേഷിച്ച് വ്യക്തമായി ഒരു സെൻട്രൽ ഏജൻസി അന്വേഷിക്കുകയാണെങ്കിൽ ബാബുവിന്റെയൊക്കെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തികൾ പുറത്തു വരും. ഈ ബാറൽ വിഷയത്തിൽ മാത്രമല്ല, പോർട്ടിന്റെ ആയിക്കോട്ടെ, ഇപ്പൊ കണ്ണൂർ എയർപോർട്ട് ആയിക്കോട്ടെ, അവിടെയൊക്കെ 1 ലക്ഷത്തിൽ മുകളിൽ മരം മുറിച്ച് പോയിട്ടുണ്ട്. അതിനൊന്നും 1 രൂപ 14,000 മരം വിറ്റത് മാത്രമേ കണക്കിലുള്ളൂ. ബാക്കി മരം വിറ്റതിന്റെ ഒരു കണക്കും രേഖകളും ഇല്ല. ഈ രീതിക്കാണ് പരിസ്ഥിതി ക്ലിയറൻസ് കൊടുത്തിരിക്കാൻ 38,000 മരം മുറിക്കാനേ കൊടുത്തിട്ടുള്ളൂ. 1,16,000 മരം മുറിച്ചു വിറ്റു. ഇതിന്റെ കണക്കിൽ പൈസ 2 വർഷമായി മരം വിറ്റിട്ട് ഇതിന്റെ പൈസ എവിടെ പോയി? ആരുടെ പോക്കറ്റിൽ പോയി? ബാബുവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇതുപോലുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതികളാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇതൊക്കെ പുറത്തു വരാതിരിക്കാൻ വേണ്ടി അവർ ഏത് സമ്മർദ്ദങ്ങളും ചെലുത്തി ആൾക്കാരെ ഏത് രീതിയിലും നിലനിർത്തി അവരുടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലേക്ക് വേണ്ടി അതായത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നിൽക്കുന്നുള്ളതാണ് കഷ്ടം. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ സമ്മർദ്ദം ഇത്തരം ബാറുടമകൾക്ക് മേൽ ചുമത്തുക, അതോടൊപ്പം തന്നെ ബാർഗൈനിങ്ങിന്റെ ഒരു സമയം അനുവദിക്കുക, ഇത്തരം സംശയങ്ങൾ തന്നെയാണ് ഇത്തരം ഈ ഒരു ബാറുടമകൾ സമയം നീട്ടിച്ചോദിച്ചതിന്റെ പിന്നിൽ താങ്കൾ കാണുന്നത്. തീർച്ചയായിട്ടും അവർ എല്ലാ രീതിയിലുള്ള സമ്മർദ്ദങ്ങളും അവർ ഭീഷണിപ്പെടുത്തേണ്ട സമയത്ത് ഭീഷണിപ്പെടുത്തുന്നുണ്ട്, എല്ലാ രീതിയിലും ചെയ്യുന്നുണ്ട്. അത് പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ അനുഭവിച്ചൊരു വ്യക്തി എന്നുള്ള രീതിക്ക് എനിക്കറിയാം. ഇത് എന്തും വരട്ടെ എന്ന് പറഞ്ഞ് വരണത് വരട്ടെ എന്നുള്ള രീതിയിൽ പിടിച്ചു നിൽക്കുന്നതുകൊണ്ട് കടുത്ത സാമ്പത്തികമായ ഒരുപാട് രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലേക്ക് തന്നെ പല ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അവസ്ഥകൾ എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. പുതിയ പ്രോജക്റ്റുകൾ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ കേരളത്തിൽ.
ഇപ്പൊ ഈ നിലവിൽ മറ്റ് ബിസിനസ് സ്വർണ്ണക്കട ചെയ്യുന്ന കച്ചവടം ചെയ്യുന്ന ബാർ ഉടമകളുണ്ട്. ബാക്കി ഉണ്ണി രാജ്കുമാർ ആയിക്കോട്ടെ കൺസ്യൂമർ ഫെഡിന്റെ സപ്ലയർ ആണ്, പോർട്ടിന്റെ കോൺട്രാക്ടറാണ്. ഈ അവസ്ഥയിൽ ഇപ്പൊ ഈ ഗവൺമെന്റ് വരെ തെറ്റിക്കഴിഞ്ഞാൽ മറ്റ് ബിസിനസ്സുകളൊന്നും തന്നെ അവർക്ക് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ടാണ് അവരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുകയും മിണ്ടാതിരിക്കുകയും സമയം ചോദിച്ചു നിൽക്കുന്നത്. കാരണം അവർക്ക് പറയണം എന്ന്, സത്യം പറയണമെന്ന് ബാർ ഉടമകളുടെ 99% അംഗങ്ങളുടെയും കടുത്ത തീരുമാനം ഈ പൈസകൾ കൊടുത്തതിന്റെ വിവരങ്ങൾ പൂർണ്ണമായി പറയണം എന്ന് എല്ലാവരും കൂടി ആവശ്യപ്പെടുന്നുണ്ട്. ആ ബാർ ഉടമകളുടെ ഭാഗത്ത് നിന്ന് ആ ഒരു ആവശ്യം നിൽക്കുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ മറ്റു കാര്യങ്ങളിലേക്ക് ഗവൺമെന്റ് ഉപദ്രവിക്കുമോ എന്ന ഭയത്തിലാണ് ഇവരുടെ സമയം നീട്ടിക്കൊണ്ടുപോകുന്നത്. വ്യക്തമാണ്. വളരെയധികം നന്ദിയുണ്ട് ശ്രീ ബിജു രമേശ് ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. അതോടൊപ്പം തന്നെ വിവരാവകാശ പ്രവർത്തകരായ ശ്രീ പി കെ രാജു വളരെയധികം നന്ദിയുണ്ട്.